നമ്മുടെ മലയാള സിനിമകളിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നായിരുന്നു കോമഡി. ഇപ്പോൾ തമിഴ് ഒഴിച്ചു നിർത്തിയാൽ മലയാളത്തിലെ പോലെ ഇത്ര നന്നായിട്ട് കോമഡി കൈകാര്യം ചെയ്യുന്ന വേറെ ഇൻഡസ്ട്രി ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ലയെന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇറക്കിക്കൊണ്ടിരിക്കുന്ന കോമഡി ചിത്രങ്ങളുടെ എണ്ണം വളരെയധികം കുറവാണ്. വളരെ കുറവെന്ന് പറഞ്ഞാൽ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ അല്ലെങ്കിൽ ഈ റീസെൻ്റായിട്ട് പുറത്തിറങ്ങിയ കോമഡി ചിത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഇപ്പോൾ ജാനേമൻ, ജയ് ജയ് ഹേ, രോമാഞ്ചം ആൻഡ് ഈ റീസെൻ്റ്ലി പുറത്തിറങ്ങിയ പ്രേമലു. എൻ്റെ ഒട്ടുമിക്ക എല്ലാ ആഴ്ചകളിലും തിയേറ്ററിലേക്ക് പോകുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായത് തിയേറ്ററിൽ ആൾക്കാർക്ക് ഈ കോമഡി ചിത്രങ്ങൾ മിസ്സാവുന്നുണ്ട്, നല്ല രീതിയിൽ മിസ്സാവുന്നുണ്ട്. ദേ ആർ ലാക്കിങ്. ആൻഡ് എപ്പോഴും വല്ലപ്പോഴൊക്കെ ഇതുപോലെ തോന്നാറുണ്ട് സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാരിങ്ങനെ ഇടിച്ച് കയറുകയാണ്. ഇപ്പോൾ ഈ പുറത്തിറങ്ങിയ പ്രേമലൊന്ന് ചിത്രം തന്നെ കമ്പയർ ടു നമ്മുടെ ആ ഒരു ഗോൾഡൻ ഏജ് വെച്ച് നോക്കുമ്പോൾ അപ്പം ഇറങ്ങിയ സിനിമകളുടെ റീവാച്ചിങ് എബിലിറ്റിയോ റിപ്പീറ്റബിൾ ഫാക്ടറൊന്നും ഇല്ലാത്ത, എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ക്രൗഡിനൊപ്പം ഇരുന്ന് കാണുമ്പോൾ നല്ല ചിത്രം തന്നെയാണ്, മോശമൊന്നുമല്ല. പക്ഷേ പഴയ സിനിമകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, നമ്മുടെ തന്നെ പഴയ സിനിമകൾ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ളതൊന്നുമില്ല. എങ്കിലും ഒന്നും കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് കയറുന്നത്. ഇപ്പോൾ നമ്മുടെ ഗോൾഡൻ ഏജ് ഓഫ് മലയാള സിനിമ അല്ലെങ്കിൽ മലയാളത്തിലെ ഗോൾഡൻ ഏജ് ഓഫ് കോമഡി എന്നതിനെ പറ്റി സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ ആ ഒരു സുവർണ്ണ കാലഘട്ടത്തെ പറ്റി, എങ്ങനെയാണ് നമ്മൾ ഇവോൾവ് ചെയ്ത് വന്നത് കോമഡിയിൽ, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്ത് പോയത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പിന്നീട് എടുത്ത് പറയുന്നില്ല. ഇപ്പോൾ പ്രേമലയുടെ കാര്യം പറഞ്ഞത് പ്രേമലു മോശം സിനിമ എന്നല്ല ഞാൻ ഒരിക്കലും പറഞ്ഞത്. പക്ഷേ കമ്പയർ ടു പഴയ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ നമ്മളത് ലാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ എപ്പോഴെങ്കിലും ഒരു കോമഡി ചിത്രം വരുമ്പോൾ തിയേറ്റർ നിറയുന്നുണ്ട്, ക്രൗഡ് ഇങ്ങനെ ഫില്ലാവുന്നുണ്ട്. അതിപ്പോൾ ഈ സിനിമകളിലെല്ലാം തന്നെ കളക്ഷൻ റെക്കോർഡ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആൻഡ് അത് പ്രൂവ് ചെയ്യുന്ന മറ്റൊരു കാര്യങ്ങളിൽ ഒന്നാണ്, അതായത് നല്ല കണ്ടന്റ് ഉണ്ടെങ്കിലേ മാത്രമോ അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് കാസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് സിനിമകളോ അല്ലെങ്കിൽ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന സിനിമ വന്നാൽ മാത്രമാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് വരുന്നത് എന്ന് പറയുന്നതിൽ ഒരു ചെറിയ തിരുത്തം ഇത്തരത്തിലുള്ള സിനിമകൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വലിയ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും മാത്രമല്ല, നല്ല കോമഡി കണ്ടന്റ് ഉണ്ടെങ്കിലും ആൾക്കാർ തിയേറ്ററിലേക്ക് വരും, അവർക്കൊന്ന് എൻ്റർടൈൻ ആവണം, അത്രേ ഉള്ളൂ. ഇതിന് കാരണം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ്. കാരണം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന 99% ഓഫ് ദി മൂവീസിലും കോമഡിക്ക് ഒരു സ്പെഷ്യൽ എലമെൻ്റ് ഉണ്ട്, ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാം കോമഡി ചിത്രങ്ങളാണ്, അതിനകത്ത് നിന്ന് കഥ പറയുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ പർട്ടിക്കുലർ ജോണർ ഫോളോ ചെയ്യുന്ന സിനിമകൾ വളരെ ചുരുക്കം മാത്രമേ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഒരു 2015 ശേഷം നമ്മളിപ്പോൾ കാണുന്നത് ആ ഒരു ട്രെൻഡേ അല്ല, ആൾക്കാർ മാറി, സിനിമകൾ മാറി. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയാതെ തന്നെ മിസ്സായി പോയിട്ടുള്ളത് നമ്മുടെ ആ ഒരു ഗോൾഡൻ ഏജാണ്. ഇപ്പോൾ ഈ ഓസോൺ ലെയറിൽ ഓട്ടോ വീണെന്ന് പറഞ്ഞ പോലെ ഇത് മിസ്സായിട്ടുണ്ട്, പക്ഷേ നമ്മൾ അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. വലിയൊരു ഗ്യാപ്പ് വന്നാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഒരു വലിയ വോയിഡ് തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു വലിയ ആക്ടറോ വലിയ കൊമേഡിയനോ ഒന്നും തന്നെ ഇല്ല. സോ ആ ഒരു വലിയ ഗ്യാപ്പ് ഇനി ഫില്ലാക്കേണ്ടത് ഇനി സിനിമകൾ എടുക്കുന്ന ഫിലിം മേക്കേഴ്സും റൈറ്റേഴ്സും ഒക്കെ തന്നെയാണ്. ആൻഡ് ഇത്തരത്തിലുള്ള സിനിമകൾ വരുന്നില്ല എന്ന് പറഞ്ഞ് ഫിലിം മേക്കേഴ്സിന് മാത്രം കുറ്റം പറയാനും കാര്യമില്ല, ഓഡിയൻസിനും കുറ്റം പറയണം. കാരണം നമ്മളിപ്പോൾ കണ്ട് ശീലിക്കുന്ന, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ പഴയ മലയാള സിനിമകളൊക്കെ എടുത്താൽ ഇത് മാത്രമേ ഉള്ളൂ, അതിൽ ലോജിക്കായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ബോഡി ഷേമിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തമിഴിലൊക്കെ വടിവേലു വിവേക് കോമഡികളൊക്കെ തന്നെ ഇതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ റിപ്പീറ്റബിൾ ഫാക്ടർ, റീവാച്ചബിൾ ഫാക്ടറൊക്കെ നമുക്ക് ഓരോ ലൈനും നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെയും കണ്ടാലും ഇപ്പോഴും നമ്മൾ ചിരിക്കുന്ന രീതിയിലുള്ള എത്ര ഗംഭീര സാധനങ്ങളാണ് ഓൾറെഡി അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള സാധനങ്ങൾ ഇപ്പോൾ വരാത്തതിൻ്റെ മെയിൻ കാരണങ്ങളൊന്ന് നമ്മൾ ഓഡിയൻസ് മാറിയതും കൂടിയാണ്. സോ അറ്റ്ലീസ്റ്റ് കോമഡി ചിത്രങ്ങളിലെങ്കിലും അല്ലെങ്കിൽ ഡയറക്റ്റ് ഫുൾ ഓൺ കോമഡി എന്ന് പറഞ്ഞു വരുന്ന ചിത്രങ്ങളിലെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ കണ്ടാൽ മാത്രമാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകൾ അവർ ഇറക്കുള്ളൂ. ഒരു റൈറ്റർ ഇരുന്ന് എഴുതുമ്പോൾ ആലോചിക്കും, ഓക്കെ ഇത് എഴുതിയ ഇത് ബോഡി ഷേമിംഗ് ആണെന്ന് പറയും, നമുക്ക് ടൂക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ സിനിമകൾ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ബോഡി ഷേമിംഗ് ആണ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെന്ന് പറയുന്ന ആൾക്കാർ പോലും നമ്മുടെ തന്നെ പഴയ സിനിമകളിൽ നമ്മൾ ഇതേ സാധനം തന്നെ കണ്ടിട്ടാണ് സ്ഥിരം നമ്മൾ വീട്ടിലിരുന്ന് ചിരിക്കാറ്. നമുക്ക് ടി വിയിൽ മാത്രമേ ഇപ്പോൾ അങ്ങനത്തെ സിനിമകൾ കിട്ടാറുള്ളൂ. സോ മെയിൻ സ്ട്രീമിൽ അങ്ങനത്തെ വലിയൊരു വോയിഡ് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കാണുന്ന കോമഡി ട്രാക്കിൽ പോകുന്ന കണ്ടന്റ്സിന്റെ റീച്ച് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കരിക്ക് പോലെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് ചാനൽസ് ഉണ്ട്, അതിലെല്ലാം തന്നെ ഡെയിലി ഇത്തരത്തിലുള്ള കോമഡി എലമെന്റ്സും കോമഡി ഷോർട്സും വീഡിയോസ് ഒക്കെ തന്നെ ഇറങ്ങാറുണ്ട്. അതിനൊക്കെ കിട്ടുന്ന പ്രോത്സാഹനവും അതിനൊക്കെ കിട്ടുന്ന റീച്ചും ഈ ഒരു കാര്യം കൂടിയാണ് തെളിയിക്കുന്നത്. അതായത് മെയിൻ സ്ട്രീം സിനിമാസിൽ നമുക്ക് കിട്ടാത്തപ്പോൾ എവിടെങ്കിലൊക്കെ കിട്ടുമ്പോൾ ആൾക്കാർ അവിടേക്ക് ഇരച്ചു കയറും. സോ ഓഡിയൻസ് ഈ ഒരു കാര്യം, അതായത് നല്ല റിയൽ കോമഡി സിനിമകൾ തീർച്ചയായിട്ടും അവർ മിസ് ചെയ്യുന്നുണ്ട് എന്ന് ഇതെല്ലാം തന്നെ പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ വലിയ ബഡ്ജറ്റ് ഇല്ലെങ്കിലും അല്ലെങ്കിൽ സ്റ്റാർ സ്റ്റഡഡ് കാസ്റ്റ് ഇല്ലെങ്കിലും നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രം ആൾക്കാർ തിയേറ്ററിലേക്ക് വരും എന്നുള്ളൊരു കാര്യം മാത്രമല്ല, കോമഡി ഉണ്ടെങ്കിൽ ആൾക്കാർ വരും.
അത് നല്ല കോമഡിയാണ്, എന്തായാലും ആൾക്കാർ വരും എന്ന് ഇത്തരത്തിലുള്ള സിനിമകളും ഇത്തരത്തിലുള്ള കണ്ടൻസും പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രേമലുവിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങിയിട്ടുള്ളതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമ. അതിൻ്റെ കൂടെ തന്നെയായിരുന്നു ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ബ്രഹ്മയുഗം. സോ ഈ 3 സിനിമകളും നല്ല ചിത്രങ്ങളാണ്. പക്ഷെ ഇതിൽ ഏതാണ് കൂടുതൽ ഓടുന്നതെന്ന് ചോദിച്ചാൽ പ്രേമലു ആയിരിക്കും. കാരണം ബ്രഹ്മയുഗം ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്, ഫാമിലി അതിനേക്ക് കയറുന്നത് ഡൗട്ടാണ്, പക്ഷെ കയറുന്നുണ്ട്. ദെൻ അന്വേഷിപ്പിൻ കണ്ടെത്തും അത് നല്ല ചിത്രമാണ്. പക്ഷേ ഈ ഒരു ക്ലാഷിൽ അത് പെട്ടുപോയി. പക്ഷേ കൂടുതൽ ഓഡിയൻസ് കയറുന്നത് ഇപ്പോൾ മൊത്തത്തിൽ പൊതുവെ ഇപ്പോൾ ഈ 3 ഏത് സിനിമയ്ക്ക് പോകണമെന്ന് ആരോടെങ്കിലും വീട്ടിൽ പോയി ചോദിക്കുകയാണെങ്കിൽ ഏതാ കോമഡി പടം, ഓക്കെ അതിന് പോയിട്ട് കുറച്ച് നേരം ചിരിക്കുക എന്ന രീതിയിലേക്ക് അവരുടെ മൈൻഡ് സെറ്റ് മാറിയിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സിനിമകൾ ഇനിയും കൂടുതൽ വന്നാൽ നമ്മുടെ തിയേറ്ററിൽ അനുഭവിക്കുന്ന ആ ഒരു ഡ്രൈ നേച്ചർ തീർച്ചയായിട്ടും മാറിക്കിട്ടും. സോ നമ്മൾ സ്ഥിരം പറയാറുള്ള പോലെ നല്ല കണ്ടന്റുള്ള സിനിമകൾ വരുന്നില്ല, ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ വരുന്നില്ല, സ്റ്റാർ സ്റ്റഡഡ് സിനിമകൾ കുറവാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ 3 തന്നെ നല്ല കണ്ടന്റുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആൾ കയറുന്നത് കോമഡി കാണാനാണ്. സോ നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടം പോലെ ഓൾറെഡി കോമഡി എന്നൊരു ജോണർ വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് തെളിയിച്ച് തന്നിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. സോ നമ്മളെ കൊണ്ട് പറ്റായകയല്ല, നമ്മൾ ചെയ്യുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ വലിയ ബഡ്ജറ്റോ സ്റ്റാർ കാസ്റ്റോ വലിയ പ്രൊമോഷനോ ഒന്നുമില്ലെങ്കിലും ആൾക്കാർ തിയേറ്ററിലേക്ക് ഇരച്ചു കയറും എന്നുള്ളത് ഈ സിനിമകൾ പ്രൂവ് ചെയ്തു. സോ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള മലയാള സിനിമകൾ ഇനിയും വരണം. പക്ഷെ അതിനോടൊപ്പം തന്നെ ആ സിനിമകൾ കാണാൻ പോകുന്ന ഓഡിയൻസും കൂടി ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ആ സിനിമയ്ക്ക് കയറണം. അതിൽ ലോജിക്ക് ചിന്തിക്കരുത്, അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കരുത്, അതിൽ ബോഡി ഷേമിങ് ശ്രദ്ധിക്കരുത്. ജസ്റ്റ് കോമഡിയാണ്, എന്റർടൈൻമെന്റ് ആണ്, നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ കാണുകയും കൂടി വേണം. സോ ഇനി മലയാളത്തിൽ നിന്ന് ഒരുപാട് നല്ല കോമഡി സിനിമകൾ വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സോ എന്താണ് ഈ കാര്യത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.